ലോകമെമ്പാടും റമദാൻ ആഘോഷിക്കുമ്പോൾ ഒരു ജനത മാത്രം റമദാൻ ആഘോഷിക്കാതെ നിന്നു. വളരെ വിഷമിച്ച്. അത് ഗസയിലെ ജനങ്ങളായിരുന്നു. ഗസയിൽ മുഴുവൻ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തി. ഗസ അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളും 3 കൊച്ചുമക്കളും കൊല്ലപ്പെട്ടു. 7 വർഷമായി ഹമാസ് തലവനായ ഹനിയ ഇപ്പോൾ ഖത്തറിലാണ് ഉള്ളത്. മക്കളായ കസം അമീർ മുഹമ്മദ് എന്നിവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹനിയ സ്ഥിരീകരിച്ചു. രക്തസാക്ഷികളുടെ ത്യാഗത്തിൽ നിന്നും പരിക്കേറ്റവരുടെ വേദനയിൽ നിന്നും നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരം കെട്ടിപ്പടുത്തുമെന്ന് ഹനിയ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 122 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. 56 പേർക്ക് പരിക്കേറ്റു. ഇസ്മായിൽ ഹനിയ ഹമാസിനോട് അന്തിമ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇനി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരിക്കുന്നു. ഇറാനിൽ ഉണ്ടായ ആക്രമണത്തിന് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും അതൊരു പേടിത്തൊണ്ടിൻ്റെ പറച്ചിലാണ്. അവിടെ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫൈ ഒക്കെ തകർന്ന് തരിപ്പണമായി. അവിടെ എത്ര പേർക്കൊന്നും കൊല്ലപ്പെട്ടുവെന്ന് അറിയില്ല. ഇറാൻ ആയുധ പ്രദർശനം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന് മുന്നൊരുക്കവുമായി. എന്തായാലും ഹമാസ് നേതാവിൻ്റെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടതിന് തിരിച്ചടി ശക്തമാക്കുമെന്ന് ഹമാസ് അറിയിച്ചു. മാത്രമല്ല, ഹമാസ് പോരാളികൾ അന്തിമ യുദ്ധത്തിന് സജ്ജനാണെന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ കളിച്ചത് വെറും കളിയല്ല, തീക്കളിയാണ്. തീ കൊണ്ടുള്ള കളി. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു കളിക്കുന്നത്. ഇറാനിലെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതിൽ ശക്തമായ പ്രതിഷേധം അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അമേരിക്ക ഒന്നും മിണ്ടുന്നില്ല. തങ്ങളുടെ സാമന്തരാജ്യമായ ഇസ്രായേലിനെതിരെ മിണ്ടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതേസമയം റഷ്യ ഇറാൻ സൈനിക പിന്തുണ നൽകി കഴിഞ്ഞു. മറുവശത്ത് ഹമാസ് തലവൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കൊന്നു തള്ളിയതോടെ ഹമാസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കും എന്നത് ഉറപ്പാണ്. ഗസയിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പ്രസ്താവിച്ചു. അതിന് മറുപടിയായി ഗസയിലെ കാര്യങ്ങൾ ഹമാസ് തീരുമാനിക്കുമെന്ന് ഇസ്മായിൽ ഹനിയയും പ്രഖ്യാപിച്ചു. ഗസയിലിപ്പോൾ ഇസ്രായേലിൻ്റെ കരസൈന്യമില്ല. വ്യോമ ആക്രമണമാണ് അവർ നടത്തുന്നത്. വ്യോമ ആക്രമണത്തിൽ അവർ കരുത്തരാണ്. പ്രത്യേകിച്ച് ഹമാസ് പോലുള്ള സൈനിക വൃന്ദത്തിന് നേരെ വ്യോമ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലെ ജയിക്കൂ. പക്ഷേ കരയുദ്ധത്തിന് ഒരുങ്ങിച്ചെന്ന ഇസ്രായേലിന് മരണക്കെണിയാണ് ഹമാസ് ഒരുക്കിയത്. ഒരു തുരങ്കത്തിൽ പോലും കടന്നു കയറാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്തായാലും അന്തിമ യുദ്ധത്തിന് ഇസ്മായിൽ ഹനിയ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഹമാസ് സൈനികർക്ക്.